കല്യാണരാമനിലൊക്കെ ദിലീപേട്ടന്റെ ആ സീക്വൻസ് ഇപ്പോഴും ഉണ്ട്. സലീമേട്ടൻ യുമീൻ ഐലമീൻ ചാളമീൻ എന്ന് പറയുമ്പോ ദിലീപേട്ടൻ മാറി ഇന്ന് ചിരിക്കുന്നത് അതേപോലെ പടത്തിലുണ്ട്. ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായമെഴുതും ഉലയാത്ത തേജസിന്റെ മുഖമേ ഈ മണ്ണിൻ നിധിയാണു നീ. കല്യാണരാമനിലൊക്കെ ദിലീപേട്ടന്റെ ആ സീക്വൻസ് ഇപ്പോഴും ഉണ്ട്. സലീമേട്ടൻ യുമീൻ ഐലമീൻ ചാളമീൻ എന്ന് പറയുമ്പോ ദിലീപേട്ടൻ മാറി ഇന്ന് ചിരിക്കുന്നത് അതേപോലെ പടത്തിലുണ്ട്. അങ്ങനെ സലീമേട്ടൻ അല്ലാതെ അതുപോലെ തന്നെ കൈവിട്ട് ചിരിച്ചു പോയൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു എനിക്ക് ഒപ്പം നിന്ന് പെർഫോം ചെയ്യുന്നതിൽ. ഞാന് ജഗദീഷ് ശ്രീകുമാർ അമ്പളിച്ചന്റെ കൂടെ അഭിനയിച്ച പല പടങ്ങളും ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇന്നസെന്റ് ഏട്ടന്റെ ഞാൻ ചിരിച്ചിട്ടുണ്ട്. കാരണം ടേക്കിൽ കാണുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ കൺട്രോൾ പോയിട്ടുണ്ട്. ചില സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം പറയും എന്തുവാടെ എന്ന് വെച്ചിട്ട് അമ്പളിച്ചേട്ടൻ്റെ അടുത്ത്. കാരണം ഈ ടൈമിങ്ങിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നതേ, ഒരെണ്ണത്തിൽ ഒരു സിഗരറ്റ് എടുത്തിട്ട് വലിക്കുന്നതാണ് അമ്പളിച്ചേട്ടൻ. കുടുംബക്കോടതി ഏതിലും ആണത്. സിഗരറ്റ് എടുത്ത് വലിച്ചിട്ട് ഈ സിഗരറ്റ് ഒന്ന് വലിക്കണത് ഈ സിഗരറ്റ് അണ്ണാക്കിലേക്ക് പോയി. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടേ, കാരണം എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറയും അമ്പളിച്ചേട്ടാ എന്താ ചെയ്യാൻ പറഞ്ഞത് എന്നോടൊന്ന് പറയുമോ പ്ലീസ്, എനിക്കൊന്ന് പ്രിപ്പയർഡ് വരാം. അപ്പം ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴല്ല ഞാനിങ്ങനെ കയ്യൊക്കെ പിടിച്ച് ഞെക്കിയിട്ടൊക്കെ എനിക്ക് നിൽക്കണ, വേദനിപ്പിച്ചിട്ട്. കാരണം ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കണം. എന്റെ ഉള്ളിൽ ഫുൾ ചിരിയിലാണ് ഞാൻ നിൽക്കണേ. അതുമല്ല, ദിലീപേട്ട ഭയങ്കര മനസ്സറിഞ്ഞാണ് ചിരിക്കുന്നത്. അപ്പൊ ദിലീപേട്ട കണ്ണൊക്കെ ഇങ്ങനെ നിറയും. നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടേ സാർ കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന അവസ്ഥ ദിലീപേട്ടൻ ചിരിച്ചുകളെ. അല്ല ചെറിയൊരു ചിരിയല്ല ഈ പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്നസെൻസ് സാറിന്റെ കൂടെ അങ്ങനെ ചിരിച്ചു പോയിട്ട് ഫുഡ് വിട്ടു പോയിട്ട് നമ്മൾ മാറിപ്പോയി. പിന്നെ കുറെ കഴിഞ്ഞ് റീഗെയിൻ ആയി വന്ന് ചെയ്ത്. അല്ലല്ല, അത് ഇന്നസെന്റിന്റെ കൂടെ ഒരുപാടുണ്ട്. ഞാൻ ചിരിച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ച കലാഭവനിൽ ഞാൻ ഓടി ചിരിച്ചേനാണ്. ഏത് ഷോട്ടായിരുന്നു? ഉല്ലാസ പൂങ്കാറ്റില് തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ്. ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ് ഉള്ള ഷോട്ടാണ്. തിലകൻ ചേട്ടൻ എന്തോ പറയുന്നു. അപ്പൊ ഞങ്ങള് രണ്ടുപേരോടും മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്തോ എക്സ്പ്രഷനാണ്. ഷോട്ട് വെക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ രണ്ടുപേരെ കൗണ്ടർ എടുക്കണം. ഞാൻ ചേട്ടൻ്റെ വിട്ടു, ഞങ്ങളുടെ രണ്ട് സെപ്പറേറ്റ് ഷോട്ടാണ്. അപ്പോൾ എന്തു ഇത് വെച്ചപ്പോൾ മണി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ എൻ്റെ കൗണ്ടർ പറഞ്ഞു. കൗണ്ടർ പറഞ്ഞോടെ മണി ഒരു ചിരി കൊടുക്കിയിട്ട് ഞാനും അപ്പോഴേ അത് ഓർത്ത് ചിരിച്ചു പോയത്. പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ആ തമാശയുടെ വിഷ്വൽ ഓർമ്മ വന്നിട്ട് പിന്നെ ശരിക്കും നിർത്താൻ പറ്റില്ല. കുറച്ച് ഓക്കെ 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 കടേ കടേ വൺമാർ എന്ന് പറഞ്ഞാൽ കുറേ. പക്ഷേ ഈ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചിരി തുടങ്ങും. മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, പക്ഷെ മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റില്ല ഷോട്ടിന്. അങ്ങനെ അവസാനം അവർ ചിരിച്ച് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളി വിചാരിച്ചത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിരി നിർത്തും. ജനറൽ ട്രോഫി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ചിരി മാറില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തുപോയി കുറെ ചിരിച്ച് വന്നിട്ട് റെഡി അങ്ങനെ. അല്ല, അതാണ് ദിലീപേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും ദിലീപേട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ കാവേച്ചി ആയിരുന്നില്ല, ശാലിനെ ആയിരുന്നു ആദ്യം പരിഗണിച്ച എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ കുത്തിപ്പോക്കുന്നുണ്ട്. ആദ്യം ശരിക്കും മീനത്തിൽ താലികെട്ടില്ല ശാലിനിയായിരുന്നു. മീനത്തിൽ താലികെട്ടില്ല അല്ലേ? ആ സമയത്ത് മീനത്തിൽ താലികെട്ടും നക്ഷത്ര താരാട്ടും ഞാൻ രണ്ടും കമ്മിറ്റ് ചെയ്ത പടങ്ങളായിരുന്നു. അപ്പൊ ആ സമയത്ത് മീനത്തിൽ താലികെട്ട് കഴിഞ്ഞിട്ട് നക്ഷത്ര ആ പടം ചെയ്യാന്നുള്ള സംഭവം വന്നപ്പോഴാണ് പെട്ടെന്ന് അവര് പിന്നെ അത് ചാക്കോച്ചനാണ് ആ വേഷം ചെയ്തതല്ല. ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിറ്റാലിലായിട്ട് നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നത് ആ സമയത്ത് എനിക്കന്ന് ആദ്യം നമ്മൾ ആ ടീം സംസാരിച്ചത് മഞ്ജുവിനോടായിരുന്നു സംശയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാലിനിയാണ് ഫിക്സ് ആ ഒരു സംസാരമായത്. പക്ഷെ അപ്പോഴേക്കും പിന്നെ നിറമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ പിന്നെ ആ കോമ്പിനേഷനിലേക്ക് ഇതായിട്ട് പിന്നെ അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വെച്ചാൽ ഈ പുഴയും കിടന്നിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു തോന്നുന്നു ഈ പടം. നക്ഷത്ര താരാട്ടല്ലേ ആ പടം തിലകൻ ചേട്ടന്. ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട്
കാരണം എൻ്റെ അടുത്ത് അതിൻ്റെ ആ ത്രെഡ് ആദ്യം എന്ന് പറയുന്നത് മീശമാധവന്റെ പ്രൊഡ്യൂസറായ സുധീഷാണ്. നമ്മൾ മക്കളെയൊക്കെ അല്ലേ ദത്തെടുക്കുക, അച്ഛനമ്മേനെ ദത്തെടുക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും പിന്നെ അതിനെ ബേസ് ചെയ്ത് വേറെ ആൾ കഥ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു തോട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ശരിക്കും അന്ന് നമുക്ക് പിന്നെ ഹീറോയിൻ ഇല്ലാണ്ടായിപ്പോയി. എന്നിട്ട് പിന്നെ നമ്മൾ ഗുഡ് നൈറ്റ് മോഹനേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് സിനിമ തുടങ്ങുകയും വേണം. അങ്ങനെയാണ് സുലേഖ എന്ന് പറഞ്ഞ കുട്ടിയാണെന്നാണ് അതിൽ അഭിനയിച്ച് ആ കുട്ടി വരുന്നത്. അപ്പോൾ കുട്ടി മലയാളിയല്ല, അപ്പോൾ ഈ ലാംഗ്വേജ് പ്രോബ്ലം നാച്ചുറൽ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിനകത്ത് ഒരു പുതിയൊരു ഹീറോയും വന്നത്. ആണ്, കാരണം ഇപ്പം നമ്മുടെ ബാന്ദ്രയിൽ പോലും തമന്നയായിട്ടാണ് ദിലീപേട്ടൻ കോമ്പിനേഷൻ ചെയ്തത്. അപ്പോ ഇതിന്റെ ഇടയിൽ ഈ മലയാളം അറിയാത്ത നടിമാര് വരുമ്പോൾ ചില ഇവർക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഉച്ചാരണം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിപ്പോ പ്രശ്നമില്ല, കാരണം എല്ലാം ഈ ഡബിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലിപ്സിംഗ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. അവനൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി പഠിച്ച് കറക്റ്റ് ലിപ്പാണ് അവര്. ആണല്ലേ? ലൈവിൽ അങ്ങനെ ഞെട്ടിച്ചൊരു ആർട്ടിസ്റ്റ് ആരായിരിക്കും അന്യഭാഷാ നടിമാരില്? തമന്നയുടെ കാര്യം ദിലീപേട്ടൻ പറഞ്ഞു, അതല്ലാതെ ഞെട്ടിച്ചതും ചിരിപ്പിച്ചതുമായിട്ടുള്ള നടിമാർ അങ്ങനെ, കാരണം അവർക്ക് പറ്റാഞ്ഞിട്ടാണ്, അവരുടെ ലാംഗ്വേജ് അതല്ലാഞ്ഞിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റോ? അന്യഭാഷ ഞാൻ കൂടുതലും ഇത് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അന്യഭാഷ നടികള് വളരെ കുറവല്ലേ അല്ലേ? പിന്നെ പണ്ട് മോഹിനിയൊക്കെ ആയിരുന്നു. മോഹിനിയൊക്കെ പിന്നെ കറക്റ്റായിട്ട് മലയാളം പറയുന്ന പോലെ, മലയാളം അധികം പറയൂലെങ്കിലും ഒപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും. അതാണ് കാര്യം. ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് സലീമേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇത്രയും നായികമാരെ കണ്ടില്ലേ, ഏറ്റവും ഭംഗിയുള്ള നായിക ആരാണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ മനസ്സിൽ, കാരണം കൊണിഷ്ടൊക്കെ അല്ലേ പറയത്തുള്ളൂ, ഒന്നും ആലോചിക്കാതെ എന്നോട് പറഞ്ഞു കാവ്യ മാധവൻ. ഞാൻ പറഞ്ഞു കാവ്യ ചേച്ചി ആണ്, ഞാൻ കണ്ടതിൽ ഏറ്റവും സുന്ദരിയായ നടി കാവ്യാണ്. ഇത്രയും പറഞ്ഞതങ്ങ് നിർത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കാവ്യേച്ചിയുടെ ഭയങ്കര കട്ട ഫാൻസാണ്. ഇനി കാവ്യേച്ചിയുടെ ഒരു സിനിമ, ദിലീപേട്ടനുമായിട്ടൊരു സിനിമ നമുക്ക് ഉടനെ കാണാൻ പറ്റുമോ എന്തെങ്കിലും? അതുപോലത്തെ കഥാപാത്രങ്ങളൊക്കെ വന്നാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ആള് മഹാലക്ഷ്മിയുടെ പുറകെ ആണ്, അതിനൊരു രൂപത്തിലേക്ക് എടുക്കാനാന്ന് തോന്നുന്നു. തിരക്കാണ്. അല്ല, ഇത്രയും പേരുടെ മൈൽ സ്റ്റോണിൽ ദിലീപേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെയല്ല കാവ്യേച്ചി വരുവോ, കാവ്യേച്ചി കൊണ്ടുവരുമോ, ദേ പുട്ടല്ലേ. അപ്പൊ രണ്ടുപേരും ചേർന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ദിലീപേട്ടൻ അവരിവിടെ ഇല്ല, അവര് ഓസ്ട്രേലിയയിൽ പോയിരിക്കാം ആണ്, ചേട്ടനും ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങോട്ട് പോയിരിക്കാം. ഒരു ചെറിയ ആഗ്രഹം എല്ലാരും പറഞ്ഞാണ്, ഫോൺ വഴിയെങ്കിലും ഒന്ന് നമുക്കൊരു സ്വരം കേൾക്കാനെങ്കിലും പറ്റുമോ, ദിലീപേട്ടൻ കംഫർട്ടബിൾ ആണെങ്കിൽ ചേച്ചിക്ക് ഒരു ഹൈ പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിച്ചൊരു ചോദ്യം. കാരണം ചേച്ചീനെ കാണാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വലിയ വിഷമമാണ്. ഇപ്പൊ ഞാൻ ഈ സമയത്ത് ഇപ്പൊ അവിടെ സമയം 1 മണിയായിട്ടുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് ഈ രാത്രിയിൽ? അത് കേൾപ്പിക്കാൻ വേണ്ടിട്ടല്ലേ രാത്രിയാണെങ്കിൽ ഇത് തുടങ്ങണേന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ട് വെച്ചത് കണ്ടല്ലേ? ഞാൻ മീനാക്ഷിയാന്ന് കരുതി ദിലീപേട്ടൻ. മീനാക്ഷിയോടും പറഞ്ഞു, കാവ്യോടും. അയ്യോ സത്യം കേട്ടോ, കാരണം തുടങ്ങുന്നതിന് മുമ്പ് ദിലീപേട്ടൻ ഞാന് അച്ഛൻ കയറുകയാണ്, ഫോണ് അപ്പുറത്ത് കൊടുത്തേക്കാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഈ തിരക്കിനിടയിലും അത് ഭയങ്കരമായിട്ട്. അപ്പൊ അവര് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നു, ഒരാൾ പിന്നെ നമ്മുടെ സമയം തന്നെയാണല്ലോ. നല്ലൊരു ഹൈ പറയാൻ ചേച്ചി പിന്നീട് ഒരു അവസരത്തിലാവാം, നമുക്ക് ഇരുന്ന് തന്നെ സംസാരിക്കാം. അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ തന്നെ ചിന്തിക്കാം. ഒന്ന് ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചിട്ട് വെറുതെ നിങ്ങളത് സ്പീക്കറിലിടുകയും ചെയ്യും, വെറുതെ എന്തിന്? അല്ല, ഈ പറഞ്ഞ പോലെ ചേച്ചിയെ കൊണ്ടൊരു ദിവസം ഞങ്ങക്ക് ചേച്ചിയും ദിലീപേട്ടനെയും കൂടെ ഒന്ന്. നിങ്ങൾക്ക് ഇപ്പൊ കടയിൽ കയറിയാ പോരെ, വീട്ടിൽ കയറണം. എന്നെ തല്ലു കേട്ടോ ഇന്ന്.